മനുഷ്യനിൽ ചിന്തയുണർന്ന കാലം മുതലുള്ള ചോദ്യമാണ്, ഈ പ്രപഞ്ചത്തിൽ ഭൂമിയിലല്ലാതെ മറ്റെവിടെയെങ്കിലും ജീവജാലങ്ങളുണ്ടോ? അവ മനുഷ്യന് സമാനമോ അതിലേറെ ശാരീരികമായും സാങ്കേതികവുമായും ഉയർന്ന നിലവാരത്തിലുള്ളവയാണോ? നിർവചിക്കാനാകാത്ത പല പ്രതിഭാസങ്ങളും അനാവൃതമായപ്പോൾ ഓരോരുത്തരും അവരവരുടെ ഭാവനയ്ക്കനുസരിച്ച് അതിന് വിശദീകരണം കുറിച്ചു. ശാസ്ത്ര സമൂഹം അപ്പോഴും ദുരൂഹമായ മൗനം തുടർന്നു. അന്യഗ്രഹ ജീവികൾ ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയുന്നില്ലെന്നും ഇതുമായി ബന്ധപ്പെട്ട് ഇതുവരെ പുറത്തുവന്ന തെളിവുകളെ വസ്തുനിഷ്ഠമായി സ്ഥിരീകരിക്കുന്നതിനോ തള്ളിക്കളയുന്നതിനോ ശാസ്ത്രലോകത്തിന് സാധിച്ചിട്ടില്ല എന്നതും വസ്തുതയാണ്. അമേരിക്ക വർഷങ്ങളായി അതീവ രഹസ്യമായി സൂക്ഷിച്ചിരുന്ന അൺഐഡൻറ്റിഫൈഡ് അനോമലീസ് ഫിനോമിന അഥവാ UAP അല്ലെങ്കിൽ പറക്കും തളിക അല്ലെങ്കിൽ UFO ഇവ സംബന്ധിച്ച നിർണായക രേഖകൾ US പ്രതിരോധ വകുപ്പ് വെളിപ്പെടുത്തിയിരിക്കുകയാണ്. 1940 മുതൽ ശേഖരിച്ച 160-ൽ അധികം ചിത്രങ്ങളും വീഡിയോകളും സൈനിക റിപ്പോർട്ടുകളുമാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. ശാസ്ത്ര സമൂഹം രണ്ട് ചേരികളായി നിന്ന് ചർച്ച ചെയ്യുന്ന ഈ വിഷയത്തിൽ പുതിയ തെളിവുകളും രേഖകളും ഈ വിഷയം ഗൗരവമായി പരിശോധിക്കുന്നവർക്ക് പുതിയ സാധ്യതകളാണ് തുറന്നു നൽകുന്നത്. അതിനെക്കുറിച്ചാണ് ഇവിടെ പറയാനുള്ളത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ പ്രത്യേക താൽപ്പര്യപ്രകാരം നടപ്പിലാക്കിയ പഴ്സ്യൂ അഥവാ പ്രസിഡൻഷ്യൽ അൺസീലിംഗ് ആൻഡ് റിപ്പോർട്ടിംഗ് സിസ്റ്റം ഫോർ UAP എൻകൗണ്ടേഴ്സ് എന്ന പദ്ധതിയുടെ ഭാഗമായാണ് രേഖകൾ പുറത്തുവിട്ടത്. സുതാര്യത ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇത് നടപ്പിലാക്കിയത്. വീഡിയോകളും രേഖകളും ചിത്രങ്ങളും ഇപ്പോൾ വെബ്സൈറ്റിലൂടെ ആർക്കും പരിശോധിക്കാവുന്ന രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. അമേരിക്കൻ നാവികസേനയും വ്യോമസേനയും വിവിധ കാലങ്ങളിൽ പകർത്തിയ ദൃശ്യങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട്. നിലവിലുള്ള വ്യോമയാന തത്വങ്ങളെ ചോദ്യം ചെയ്ത് അന്തരീക്ഷത്തിലൂടെ അതിവേഗം പായുന്നതോ നിശ്ചലാവസ്ഥയിൽ നിൽക്കുന്നതോ ആയ ആകാശ വസ്തുക്കളും നിർവചിക്കാനാകാത്ത ആകാശ പ്രതിഭാസങ്ങളും ഈ റിപ്പോർട്ടിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അന്യഗ്രഹ ജീവികൾ ഭൂമി സന്ദർശിച്ചതിനോ സർക്കാർ അന്യഗ്രഹ പേടകങ്ങൾ ഒളിപ്പിച്ചു വെച്ചതിനോ കൃത്യമായ തെളിവുകളില്ലെന്ന് 2024 മാർച്ചിലെ ഒരു പെൻഡഗൺ റിപ്പോർട്ട് മുമ്പ് സൂചിപ്പിച്ചിരുന്നു. ഇപ്പോൾ പുറത്തുവിട്ടത് ആദ്യഘട്ട രേഖകൾ മാത്രമാണെന്നും കൂടുതൽ ഫയലുകളും വീഡിയോകളും വരും ദിവസങ്ങളിൽ പെൻഡഗണിൻ്റെ പ്രത്യേക വെബ്സൈറ്റിലൂടെ പരസ്യപ്പെടുത്തുമെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. 2023 മിഡിൽ ഈസ്റ്റിൽ നിരീക്ഷിക്കപ്പെട്ട വെങ്കല നിറത്തിലുള്ള ഓവൽ രൂപത്തിലുള്ള പേടകത്തിൻ്റെ ചിത്രം ഇതിൽ പ്രധാനപ്പെട്ട ഒന്നാണ്. കൂടാതെ അപ്പോളോ 17 ദൗത്യത്തിനിടെ ചന്ദ്രോപരിതലത്തിന് മുകളിൽ ദൃശ്യമായ നിഗൂഢ പ്രകാശങ്ങളെക്കുറിച്ചുള്ള റിപ്പോർട്ടുകളും ഇപ്പോൾ വെളിപ്പെടുത്തിയിട്ടുണ്ട്. 2023 മിഡിൽ ഈസ്റ്റിൽ പ്രത്യക്ഷപ്പെട്ട വെങ്കല നിറത്തിലുള്ള പേടകത്തിന് 195 അടി വരെ വലിപ്പം കണക്കാക്കുന്നു. ഡ്രോൺ ഉപയോഗിച്ച് പകർത്തിയ ദൃശ്യത്തിൽ എൻജിനോ ചിറകുകളോ ഇല്ലാതെ ഒരു ആകാശവസ്തു അതിവേഗം പായുന്നത് വ്യക്തമാണ്. 1972 നടന്ന അപ്പോളോ 17 ചാന്ദ്ര ദൗത്യത്തിനിടെ ലൂണാർ മൊഡ്യൂൾ പൈലറ്റ് ഹാരിസൺ ജാക്ക് സ്മിത്ത് നിഗൂഢ പ്രകാശത്തെ ജൂലൈ 4 നടക്കുന്ന വെടിക്കെട്ടിനോടാണ് ഉപമിച്ചത്. ദൗത്യത്തിൻ്റെ കമാൻഡർ യൂജിൻ സെന്നാർ തീവ്രമായ ഫ്ലാഷിംഗ് പ്രകാശങ്ങൾ കണ്ടതിനെ തുടർന്ന് തനിക്ക് ഉറങ്ങാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടതായി റിപ്പോർട്ട് ചെയ്തു. ട്രെയിനിൻ്റെ ഹെഡ്ലൈറ്റിന് സമാനമായ തീവ്രതയുള്ള പ്രകാശങ്ങളാണ് താൻ കണ്ടതെന്ന് അദ്ദേഹം വ്യക്തമാക്കി. കമാൻഡ് മൊഡ്യൂൾ പൈലറ്റ് റൊണാൾഡ് ഇവാൻസും ശൂന്യാകാശത്ത് തിളങ്ങുന്ന കണികകൾ ഒഴുകി നടക്കുന്നത് കണ്ടതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അക്കാലത്ത് ഇത് ബഹിരാകാശ പേടകത്തിൽ നിന്ന് അടർന്നുപോയ ഐസ് കഷണങ്ങളോ പെയിൻറ്റോ ആകാമെന്ന് കരുതിയിരുന്നു. എന്നാൽ നാസയുടെ പഠനങ്ങൾ പ്രകാരം ശൂന്യാകാശത്തെ ഉയർന്ന ഊർജ്ജമുള്ള വികിരണങ്ങൾ കണ്ണിലെ റെറ്റിനയുമായി സമ്പർക്കത്തിൽ വരുമ്പോൾ ഉണ്ടാകുന്ന ലൈറ്റ് ഫ്ലാഷ് പ്രതിഭാസം ആയിരിക്കാം ഇതെന്നും നിഗമനം വന്നിരുന്നു. എന്നാൽ പുതിയ തെളിവുകൾ പുറത്തുവന്ന സാഹചര്യത്തിൽ ഈ സംഭവത്തെക്കുറിച്ചുള്ള പുനർവായനയ്ക്ക് അവസരം ഒരുങ്ങുകയാണ്. 2025 ഒരു ഹെലികോപ്റ്ററിൽ നിന്ന് ഇൻഫ്രാറെഡ് ക്യാമറ ഉപയോഗിച്ച് പകർത്തിയ പുതിയ ദൃശ്യങ്ങളും ഇതിലുണ്ട്. ഒരു തരത്തിലുള്ള എഞ്ചിനോ പ്രൊപ്പൽഷൻ സംവിധാനമോ ഇല്ലാതെ വായുവിൽ അസാധാരണ വേഗതയിൽ നീങ്ങുന്ന ഒരു വസ്തുവിനെ ഇതിൽ വ്യക്തമായി കാണാം. കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയാത്തതോ അല്ലെങ്കിൽ അവ്യക്തമായ വസ്തുക്കളെ ഹെലികോപ്റ്ററിലെയും മറ്റ് സൈനിക പ്ലാറ്റ്ഫോമുകളിലെ ഇൻഫ്രാറെഡ് സെൻസറുകൾ വഴിയാണ് കണ്ടെത്തുന്നത്. ഹെലികോപ്റ്ററിന് തൊട്ട് താഴെയായി പറന്ന അജ്ഞാത വസ്തുവിനെ ഹെലികോപ്റ്റർ പിന്തുടരാൻ ശ്രമിച്ചെങ്കിലും അതിവേഗതയിൽ അജ്ഞാത വസ്തു കുതിച്ചു നീങ്ങി. എൻജിനോ പ്രൊപ്പൽഷൻ സംവിധാനമോ പുകയോ ഇല്ലാതെയാണ് ആ വസ്തു സഞ്ചരിച്ചത്. ഹെലികോപ്റ്ററിലെ ഹോട്ട് സെൻസറുകൾ
ഈ അജ്ഞാത വസ്തുവിനെ സൂപ്പർ ഹോട്ട് വസ്തുവായാണ് അടയാളപ്പെടുത്തിയത്. അമേരിക്കൻ ഗവൺമെൻറ് തങ്ങളുടെ പക്കലുള്ള വിവരങ്ങൾ സുരക്ഷാ ക്ലിയറൻസുകൾ ഇല്ലാതെയാണ് പൊതുജനങ്ങൾക്കായി നൽകുന്നത്. നാസ, FBI, ആൾ ഡൊമൈൻ അനോമലി റെസൊല്യൂഷൻസ് ഓഫീസ് എന്നിവയുടെ സംയുക്ത പരിശ്രമത്തിലൂടെയാണ് ഈ ഡാറ്റാബേസ് തയ്യാറാക്കിയത്. അന്യഗ്രഹ ജീവികളെ സംബന്ധിച്ച് മുൻ പ്രസിഡന്റ് ബരാക് ഒബാമ നടത്തിയ പ്രസ്താവന വിവാദമായതോടെയാണ് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് വിഷയം ഏറ്റുപിടിക്കുകയും ഇവ പ്രസിദ്ധീകരിക്കാൻ ഉത്തരവിടുകയും ചെയ്തത്. അന്യഗ്രഹ ജീവികൾ ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. അന്യഗ്രഹ ജീവികൾ, തിരിച്ചറിയാത്ത ആകാശ പ്രതിഭാസങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള വിവരങ്ങൾ വളരെ സങ്കീർണവും രസകരവുമാണ്. ആളുകൾക്കുള്ള അസാധാരണ താൽപ്പര്യം കണക്കിലെടുത്ത് ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് ഈ വിവരങ്ങൾ പ്രസിദ്ധപ്പെടുത്താൻ നിർദ്ദേശിക്കുമെന്ന് ട്രംപ് കഴിഞ്ഞ ഫെബ്രുവരിയിൽ പ്രസ്താവന നടത്തി. ട്രംപിൻ്റെ പ്രസ്താവന വരുന്നതിന് ആഴ്ചകൾക്ക് മുൻപാണ് മുൻ പ്രസിഡന്റ് ബരാക് ഒബാമ അന്യഗ്രഹ ജീവികളെക്കുറിച്ച് പ്രസ്താവന നടത്തിയത്. അന്യഗ്രഹ ജീവികളുണ്ട്, എന്നാൽ താൻ അതിനെ നേരിട്ട് കണ്ടിട്ടില്ലെന്നായിരുന്നു ഒബാമയുടെ പ്രസ്താവന. പ്രപഞ്ചം വളരെ വലുതായതിനാൽ ഭൂമിക്ക് പുറത്ത് ജീവനുണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. സൗരയുധങ്ങൾ തമ്മിൽ അകലം കൂടുതലായതിനാൽ അന്യഗ്രഹ ജീവികൾ മനുഷ്യരെ സന്ദർശിക്കാനുള്ള സാധ്യത കുറവാണെന്നും ഒബാമ വിശദീകരിച്ചു. അമേരിക്കൻ എയർഫോഴ്സിന് കീഴിൽ നോവാഡ മരുഭൂമിയിലുള്ള ഏരിയ 51 എന്ന നിഗൂഢ പ്രദേശത്ത് അന്യഗ്രഹ ജീവികളുടെ പേടകം ഉണ്ടെന്നും അന്യഗ്രഹ ജീവികളെ ഇവിടെ പാർപ്പിച്ചിട്ടുണ്ടെന്നും പ്രചാരണം ശക്തമാണ്. എന്നാൽ ഒബാമ ഈ വാദങ്ങൾ തള്ളിക്കളയുകയാണ് ചെയ്തത്. 2021 ഒബാമ ഇത്തരത്തിൽ ഒരു പ്രസ്താവന നടത്തിയിരുന്നു. അന്യഗ്രഹ ജീവികളെക്കുറിച്ച് ക്യാമറയ്ക്ക് മുന്നിൽ വിശദീകരിക്കാനാകാത്ത വസ്തുതകളുണ്ടെന്നും അന്യഗ്രഹ പേടകങ്ങളുടെ സഞ്ചാരം സംബന്ധിച്ച് നിർവചിക്കാനാവില്ലെന്നുമായിരുന്നു ഒബാമയുടെ അന്നത്തെ പ്രസ്താവന. അന്യഗ്രഹ ജീവികളെക്കുറിച്ച് പഠിക്കാൻ അമേരിക്കൻ പ്രതിരോധ മന്ത്രാലയത്തിന് പ്രഖ്യാപിത പദ്ധതികളുണ്ട്. ഇതുപ്രകാരം US നേവിയുടെ പ്രത്യേക ദൗത്യസംഘം ശേഖരിച്ച UFO ദൃശ്യങ്ങൾ 2004 2015 പുറത്തുവിട്ടിട്ടുണ്ട്. എന്നാൽ പല കാര്യങ്ങളും അമേരിക്ക മറച്ചുവെക്കുകയാണെന്ന് മുൻ വ്യോമസേന ഇൻ്റലിജൻസ് ഓഫീസർ മേജർ ഡേവിഡ് ഗ്രേഷ് 2023 വെളിപ്പെടുത്തിയിരുന്നു. പറക്കും തളികകളുടെയും മനുഷ്യൻ്റേതല്ലാത്ത ജൈവ അവശിഷ്ടങ്ങളും അമേരിക്കയ്ക്ക് ലഭിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം ആരോപിച്ചു. അമേരിക്കയിലെ ന്യൂ മെക്സിക്കോയിലെ റോസ്വെല്ലിൽ 1947 ജൂലൈയിൽ നടന്ന സംഭവമാണ് അന്യഗ്രഹ പേടകങ്ങളുമായി ബന്ധപ്പെട്ട ഏറ്റവും ദുരൂഹമായത്. മാക് ബ്രേസൽ എന്നയാളുടെ കൃഷിയിടത്തിൽ അസാധാരണ സ്വഭാവമുള്ള അവശിഷ്ടങ്ങൾ കണ്ടെത്തിയതാണ് സംഭവങ്ങളുടെ തുടക്കം. ഇടിമിന്നലിനെ തുടർന്ന് അന്യഗ്രഹ പേടകം തകർന്നു വീണതാണെന്ന് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ലോഹം, പ്ലാസ്റ്റിക് എന്നിവ കലർന്ന വിചിത്രമായ വസ്തുക്കൾ പരിശോധിച്ച പ്രാദേശിക സൈനിക കേന്ദ്രം തങ്ങൾ പറക്കും തളിക കണ്ടെത്തിയതായി വാർത്താക്കുറിപ്പ് ഇറക്കുകയായിരുന്നു. എന്നാൽ തൊട്ടുപിന്നാലെ സൈന്യം വാർത്ത നിഷേധിക്കുകയും കണ്ടെത്തിയത് കാലാവസ്ഥാ നിരീക്ഷണത്തിനായി ഉപയോഗിക്കുന്ന വെതർ ബലൂൺ എന്ന് വാദിക്കുകയും ചെയ്തു. 1990കളിൽ വന്ന റിപ്പോർട്ടുകൾ പ്രകാരം റഷ്യൻ ആണവ പദ്ധതികളെ നിരീക്ഷിക്കാനായി അമേരിക്ക നടപ്പിലാക്കിയ രഹസ്യ പദ്ധതിയുടെ ഭാഗമായുള്ള ബലൂണുകൾ ആണിതെന്നും വാദം വന്നു. എന്നാൽ മുൻപ് പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടുകൾ പ്രകാരം സൈന്യം അന്യഗ്രഹ ജീവികളുടെ മൃതദേഹങ്ങൾ സ്ഥലത്തു നിന്ന് നീക്കിയതായുള്ള സാക്ഷിമൊഴികൾ ഉണ്ട്. അവശിഷ്ടങ്ങൾ ശേഖരിച്ച ജെസി മാർസൽ എന്നയാളുടെ വെളിപ്പെടുത്തൽ പ്രകാരം കണ്ടെത്തിയ ലോഹം അലൂമിനിയം ഫോയിൽ പോലെ കനം കുറഞ്ഞതാണെങ്കിലും എത്ര ചുരുട്ടിയാലും പഴയ രൂപത്തിലേക്ക് തിരിച്ചു വരുന്നതായിരുന്നു. ചുറ്റിക കൊണ്ടടിച്ചാലോ തീയിട്ടാലോ രൂപമാറ്റം വരാത്ത വസ്തുക്കളും കണ്ടെത്തി. കനം കുറഞ്ഞ ചില ബീമുകളിൽ പ്രാചീന ഈജിപ്തിലെ ഹൈറോഗ്ലിഫിക്സ് ലിപി രേഖപ്പെടുത്തിയിരുന്നുവെന്നും സാക്ഷിമൊഴികളുണ്ട്. അവശിഷ്ടങ്ങൾ പിന്നീട് റൈറ്റ് പാറ്റേഴ്സൺ ബേസിലെ അതീവ രഹസ്യ സ്വഭാവമുള്ള ഹാങ്ങർ 18ലേക്കും അവിടെ നിന്ന് ഏരിയ 51ലേക്കും മാറ്റി അന്യഗ്രഹ പേടകങ്ങളെക്കുറിച്ചും ജീവികളെക്കുറിച്ചും പഠനങ്ങൾ നടക്കുകയാണെന്നും UFO വാദികൾ പ്രചരിപ്പിക്കുന്നുണ്ട്. പറക്കും തളികകൾ കണ്ടത് സംബന്ധിച്ച് നമ്മുടെ രാജ്യത്തും നിരവധി റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. 2023 പറക്കും തളികയുടെ സാന്നിധ്യത്തെ തുടർന്ന് മണിപ്പൂർ ഇംഫാൽ വിമാനത്താവളത്തിൻ്റെ പ്രവർത്തനം മണിക്കൂറുകളോളം തടസ്സപ്പെട്ടതാണ് ഇതിൽ സമീപകാലത്ത് ഏറെ ശ്രദ്ധേയമായത്. 2023 നവംബർ 19 ഉച്ചയ്ക്ക് 2:30 എയർ ട്രാഫിക് കൺട്രോൾ ടവറിന് മുകളിലാണ് വെളുത്ത നിറത്തിൽ ഗോളാകൃതിയിലുള്ള അജ്ഞാത ആകാശവസ്തു ദൃശ്യമായത്. സംഭവം മൂലം 2 വിമാനങ്ങൾ വൈകുകയും 3 വിമാനങ്ങൾ വഴിതിരിച്ചു വിടുകയും ചെയ്തു. അജ്ഞാത വസ്തുവിനെക്കുറിച്ച് മനസ്സിലാക്കാൻ വ്യോമസേന 2 റഫേൽ വിമാനങ്ങളെ നിയോഗിച്ചെങ്കിലും യാതൊന്നും കണ്ടെത്താൻ സാധിച്ചില്ല. വൈകുന്നേരം 6 മണിയോടെയാണ്
വിമാനത്താവളത്തിൻ്റെ പ്രവർത്തനം സാധാരണ നിലയിൽ ആയത്.